എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് കേട്ടറ്റിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ഇമ്പോർട്ടൻ്റായ നോട്ട്സ് നമുക്ക് നോക്കാം. ഇത് ഓൾഡ് ടെസ്റ്റാണ്. ഇപ്പോൾ ഈ തവണ കഴിഞ്ഞ പ്രാവശ്യമായിട്ട് 7ാം ക്ലാസ്സിൻ്റെ ടെസ്റ്റ് മാറുന്നു. ഇതിന് മുന്നത്തെ ടെസ്റ്റാണ് എഴുതിയത്. അപ്പോൾ നമുക്ക് നോക്കാം. എല്ലാത്തിനും എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ ചില ചേഞ്ച് വരുത്തിയിട്ടാണ് ഇപ്പോൾ പുതിയ പാഠപുസ്തകം നിലയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. പോർച്ചുഗീസുകാർ എന്നാണ് ഇന്ത്യയിലെത്തിയതെന്ന് നോക്കാം. 1498 മെയ് മാസത്തിലാണ് വാസ്കോഡ ഗാമ പോർച്ചുഗീസിൽ നിന്ന് കച്ചവടത്തിനായിട്ട് ഇന്ത്യയിലെത്തിയത്. അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജാവാണ്. വാസ്കോഡ ഗാമയ്ക്ക് അദ്ദേഹം കച്ചവട സൗകര്യങ്ങൾ നൽകിയില്ല. അതിനാൽ വാസ്കോഡ ഗാമ കണ്ണൂരിലെത്തി. അവിടെ നിന്ന് ആവശ്യമായ വിഭവങ്ങൾ ശേഖരിച്ച് പോർച്ചുഗീസിലേക്ക് തിരിച്ചുപോയി. വാസ്കോഡ ഗാമയുടെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിയോളം ലാഭമാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയ വിഭവങ്ങൾ വിറ്റഴിച്ച വഴി ലഭിച്ചത്. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത്. ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവടത്തെ തടസ്സപ്പെടുത്തി. ആ സാഹചര്യത്തിലാണ് ഇന്ത്യയിലേക്ക് കടൽ മാർഗം ഒരു വാണിജ്യപാത കണ്ടെത്താൻ ശ്രമം ആരംഭിച്ചത്. അങ്ങനെയാണ് പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും കച്ചവടത്തിനായിട്ട് ഇന്ത്യയിലേക്ക് എത്തിയത്. വാസ്കോഡ ഗാമയെ തുടർന്ന് അൽമേഡ, അൽബുക്കർക്ക് തുടങ്ങിയ പോർച്ചുഗീസുകാർ വാണിജ്യത്തിനായി ഇവിടെ എത്തി. ഗോവ, ദാമൻ, ദിയു എന്നിവയായിരുന്നു ഇവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. ഇവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളാണ് ഗോവ, ദാമൻ, ദിയു. വാസ്കോഡ ഗാമയെ തുടർന്ന് ഇന്ത്യയിലെത്തിയത് ആരൊക്കെയാണ്? അൽമേഡയും അൽബുക്കർക്കും. തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ടയും കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ടയും നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. ഇവരെ പറങ്കികൾ എന്നാണ് വിളിച്ചിരുന്നത്. പോർച്ചുഗീസുകാരെ വിളിച്ചിരുന്ന മറ്റൊരു പേരാണ് പറങ്കികൾ. തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ടയും കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ടയും നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. പിന്നീട് നമ്മുടെ നാട്ടിൽ കാണുന്ന പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില തുടങ്ങിയ കാർഷിക വിളകൾ ഇവിടെ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. അച്ചടിയന്ത്രം പ്രചരിപ്പിച്ചതും ചവിട്ടുനാടകം എന്ന കലാരൂപം വികസിപ്പിച്ചതും പോർച്ചുഗീസ് ബന്ധത്തിൻ്റെ ഫലമായാണ്. വാസ്കോഡ ഗാമ നമ്മുടെ ഇവിടുന്ന് സുഗന്ധവ്യഞ്ജനങ്ങളും കുരുമുളക്, ഏല അങ്ങനത്തെ ഒക്കെ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ നിന്ന് ഈ പറഞ്ഞ പൈനാപ്പിൾ, കശുവണ്ടി, പുകയില അങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുകയും ചെയ്തു. ചവിട്ടുനാടകം എന്ന കലാരൂപം പരിചയപ്പെടുത്തി. ഇനി മറ്റ് യൂറോപ്യൻ ശക്തികളുമായുള്ള മത്സരിക്കാനുള്ള സാമ്പത്തികവും സൈനികവുമായ ശേഷി അവർക്കുണ്ടായിരുന്നില്ല. പ്രാദേശികമായ ചെറുത്തുനിൽപ്പുകൾ നേരിടേണ്ടി വന്നു. മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത് കുഞ്ഞാലി മരക്കാറായിരുന്നു. സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലി മരക്കാർമാർ. ഇനി ഇന്ത്യയിലെത്തിയ മറ്റൊരു വിദേശ ശക്തിയായിരുന്നു ഡച്ചുകാർ. ഡച്ചുകാർ അറിയപ്പെട്ടിരുന്ന പേര് ലന്തക്കാർ എന്നായിരുന്നു. ഇനി ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളാണ് കൊച്ചി, കൊല്ലം എന്നിവയായിരുന്നു. നമ്മുടെ നാട്ടിലുള്ള ഔഷധ സസ്യങ്ങളെപ്പറ്റി പരാമർശിക്കുന്ന ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാൻ മുൻകൈയെടുത്തത് ഡച്ചുകാരനായ വാൻ റീഡ് ആണ്. ഡച്ച് ഗവർണറായിരുന്നു ഇദ്ദേഹം. മലയാളിയായ ഇട്ടി അച്യുതൻ വൈദ്യരുടെ സഹായത്തോടെയാണ് ഈ കൃതി തയ്യാറാക്കിയത്. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ബുക്ക് ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു ബുക്കായിരുന്നു. കച്ചവടം സംബന്ധിച്ച തർക്കങ്ങളുടെ ഫലമായി തിരുവിതാംകൂറിലെ രാജാവായ മാർത്താണ്ഡവർമ്മയുമായി ഡച്ചുകാർ യുദ്ധം ചെയ്തു. ആ യുദ്ധമായിരുന്നു കുളച്ചിൽ യുദ്ധം. 1741 കുളച്ചിലിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ ഡച്ചുകാർ പരാജയപ്പെട്ടു. ഇതോടെ ഇന്ത്യയിൽ ഡച്ചുകാരുടെ അടിത്തറ നഷ്ടമായി. ഡച്ചുകാരെ അറിയപ്പെടുന്ന പേര് ലന്തക്കാർ എന്നായിരുന്നു. 1740 ഇംഗ്ലീഷുകാരുടെ വരവ്. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കച്ചവടം നടത്താൻ വേണ്ടി 1600 ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചു. കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം ഗുജറാത്തിലെ സൂറത്തായിരുന്നു.
മദ്രാസ്, കൽക്കത്ത, ബോംബെ എന്നിവിടങ്ങളിലും അവർ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത്. ഫ്രഞ്ച് വാണിജ്യ ബന്ധങ്ങൾ 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. ഇതോടെ കച്ചവട ലക്ഷ്യവുമായി ഫ്രഞ്ചുകാർ ഇന്ത്യയിലെത്തി. പോണ്ടിച്ചേരി, മാഹി, കാരയ്ക്കൽ തുടങ്ങിയവയായിരുന്നു അവരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ. അവരുടെ പ്രവർത്തനങ്ങളുടെ ആസ്ഥാനം പോണ്ടിച്ചേരിയായിരുന്നു. 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. കച്ചവടാധിപത്യത്തിനു വേണ്ടിയുള്ള മത്സരം. യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയിൽ കച്ചവടാധിപത്യം നേടാൻ വേണ്ടി പരസ്പരം മത്സരിച്ചു. പോർച്ചുഗീസുകാരും ഡച്ചുകാരും തുടക്കത്തിൽ പരാജയപ്പെട്ടു. പിന്നീട് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലായിരുന്നു മത്സരം. അങ്ങനെ അവർ തമ്മിൽ നടന്ന മത്സരത്തെ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് വിളിക്കുന്നു. ഈ യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ പരാജയപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇതാണ് കർണാട്ടിക് യുദ്ധം. വാണിജ്യാധിപത്യത്തിന് വേണ്ടിയുള്ള മത്സരത്തിൽ വിജയിച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അടുത്ത ലക്ഷ്യം അധികാരം നേടുക എന്നതായിരുന്നു. ബംഗാളിലായിരുന്നു കമ്പനി ആദ്യമായി അധികാരം നേടിയത്. കാർഷിക സമൃദ്ധിയും കച്ചവട സൗകര്യങ്ങളുമാണ് ബംഗാളിൽ അധികാരം നേടാൻ കമ്പനിയെ പ്രേരിപ്പിച്ചത്. 1757 ബംഗാളിലെ നവാബായിരുന്ന സിറാജ് ഉദ് ദൗലയെ പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തി. 1764 ബക്സാർ യുദ്ധവും വിജയിച്ചതോടെ ബംഗാൾ കമ്പനിയുടെ കീഴിലായി. സൈനിക സഹായ വ്യവസ്ഥ വെല്ലസ്ലി പ്രഭു. സൈനിക സഹായ വ്യവസ്ഥ വെല്ലസ്ലി പ്രഭു. ദത്തവകാശ നിരോധന നിയമം ഡൽഹൗസി പ്രഭു. ദത്തവകാശ നിരോധന നിയമം ഡൽഹൗസി പ്രഭുവാണ് നടപ്പിലാക്കിയത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ഇതെന്തായാലും ഉണ്ടാവാറുണ്ട്. കമ്പനി അധികാരത്തിലേക്ക്. യുദ്ധങ്ങൾ വഴി ഏതൊക്കെ യുദ്ധങ്ങൾ വഴി ഒരു പ്രദേശങ്ങൾ കീഴടക്കിയാണ് നോക്കാം. യുദ്ധങ്ങൾ വഴി പ്ലാസി യുദ്ധം, ബക്സാർ യുദ്ധം വഴി ബംഗാൾ, മൈസൂർ യുദ്ധങ്ങൾ വഴി മലബാർ, കൂർഗ്, മറാത്ത യുദ്ധങ്ങൾ വഴി മറാത്ത. ഇനി നിയമനിർമ്മാണം വഴി സൈനിക സഹായ വ്യവസ്ഥ വഴി ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ തുടങ്ങിയവ. ദത്തവകാശ നിരോധന നിയമം വഴി താൻസി, സത്താറ, നാഗ്പൂർ തുടങ്ങിയവ. കീഴടക്കിയ പ്രദേശങ്ങളിൽ അവർ ഏകീകൃത ഭരണ സംവിധാനം നടപ്പിലാക്കി. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. സോഷ്യൽ സയൻസിൽ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് ഈ പറയുന്നത്. നന്നായിട്ട് പഠിക്കുക എല്ലാവരും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.